എങ്ങോട്ട് പട്ടാള ക്യാമ്പിലോട്ടാണ്? അതാടാ പട്ടാള ക്യാമ്പിൽ പോയി ഞാൻ ഒരു തോക്ക് മേടിക്കാൻ പോണ്. തോക്ക് വാങ്ങിച്ച് ആരെ വെടിയേക്കാൻ പോണ? പട്ടിയെ വെടിയേക്കാനാ? പട്ടിയല്ല, മനുഷ്യന്റെ രൂപമായിട്ട് കുറെ പട്ടികളുണ്ട്, അവന്മാരെ വെടിയേക്കാൻ. അപ്പൊ നീ സ്വയം വെടിയേച്ചതാവാൻ തീരുമാനിച്ച? ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാനൊരു പാവപ്പെട്ട ഒരുത്തനാണ്. എൻ്റെ കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോവാണ്. ദയവ് ചെയ്ത് നീ ഉപദ്രവിക്കരുത് കേട്ടോ. അളിയാ, ഞാൻ ഉപദ്രവിക്കണല്ലോ. നീ എൻ്റെ പഞ്ചായത്ത് ജീവിക്കുന്നല്ലേ, എൻ്റെ കൂട്ടുകാരല്ലേ. അപ്പൊ നിന്റെ കാര്യങ്ങൾ ഞാൻ ഇടപെടണ്ടേ? നിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. ആണല്ലോ, എൻ്റെ സന്തോഷമാണല്ലോ നിന്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ പറയണു, ദയവ് ചെയ്ത് എൻ്റെ ഒരു കാര്യത്തിൽ നീ ഇടപെടാൻ വരരുത്. ഒരു കുടുംബം കലക്കിട്ട് രണ്ടും കൂടെ ഇരുന്ന് കിന്നാരം പറയണു. എടാ നിന്റെ കുടുംബം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, മനസ്സിലായ? നീ ആ പൈസ വാങ്ങിച്ചാൽ ശരിയല്ല കേട്ടാ. ഡാടാ, ഞാൻ പൈസ വാങ്ങിക്കണം. നീ കണ്ടോടാ നീ? എടാ എന്തിനാ കാണും? നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞൂടെ? നീ വാങ്ങിക്കും, എനിക്കറിയാം. അല്ലേ? നീ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് അന്വേഷണം നടക്കേണ്ട കാര്യം നിനക്ക് വേറെ ഒരു കാര്യമില്ലേ? എടേ, നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയണ്ടേ? പിന്നെ നീ വെറും പഞ്ചായത്ത് മെമ്പറാണ്, അല്ല നീ മറ്റേ മജിസ്ട്രേറ്റ് ഒന്നും അല്ല. കാര്യം അന്വേഷിക്കാൻ നടക്കണം. പഞ്ചായത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നീ അതൊക്കെ അന്വേഷിക്കുക. ഞാൻ എല്ലാ കാര്യവും അന്വേഷിക്കാൻ, അതിൻ്റെ ഇടയിലാണ് ഇത് വന്നത്. നീ കൂടുതൽ എൻ്റെ കാര്യം അന്വേഷിക്കണ്ട കേട്ടാ. ഞാൻ അവസാനമായിട്ട് പറയണ്, നീ ഇനി മേലാൽ എൻ്റെ കാര്യം അന്വേഷിക്കണ്ട, ഈ പഞ്ചായത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി കേട്ടാ. ഞാനൊരു പഞ്ചായത്ത് മെമ്പറായ സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും കേട്ടാ. പ്രത്യേകിച്ച് ഇതുപോലെ നിന്നെപ്പോലെ ഒരുത്തന്റെ കാര്യം മൊത്തത്തിൽ ഞാൻ അന്വേഷിക്കും. നീ നോക്കിക്കോ, വൈകാതെ ഞാൻ ബോംബിടും നിന്റെ വീട്ടിൽ. നീ 25,000 മാത്രമാണോ വാങ്ങിച്ചത്? വേറെ പലരും വാങ്ങിച്ചതായിട്ട് ഞാൻ അറിഞ്ഞല്ല. ഞാൻ ഒരുപാട് വാങ്ങൂടാ, ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ടാ. ഞാൻ വാങ്ങിച്ച കണക്കൊക്കെ ഞാൻ നിനക്ക് നിരത്തി തരാം. കുറച്ച് കഴിയുമ്പോൾ അറിയും ഞാൻ. നീ കണക്ക് നിരത്തണ്ട, എനിക്കറിയാം. അറിയാവുന്നില്ല. കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞിട്ട് ഒരുത്തം വന്നിരിക്കും. നല്ലൊരു മൂഡിൽ എങ്ങനെ വന്നതാണ്, അതും തൊലച്ചു ഇഷ്ടായി. കഴിഞ്ഞ കൊള്ളാം. അമ്പളിക്കൊട്ടനുണ്ടല്ലോ, അവൻ എന്നെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കൂലെന്നാണ് ഞാൻ നേതാവിനോട് അന്നേ പറഞ്ഞതല്ലേ അവനെ കൊന്നുകളയാമെന്ന്. അല്ല, ഇപ്പോഴെന്തോ പുതിയ പ്രശ്നം? അറിയാം, നമ്മൾ പണ്ട് പട്ടാളത്തിൽ ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് 1-2 പേരെ കാശ് മേടിച്ചില്ലേ? ആ കേസൊക്കെ ഇവൻ തങ്കത്തിനോട് വിളിച്ച് പറഞ്ഞേക്കാം. അത് കുറെ കാലമായിട്ട് നമ്മള് യുദ്ധമൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നീട് ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവല്ലേ കാര്യങ്ങൾ. സംഭവം ശരിയാ. അവനിപ്പോ പറഞ്ഞ് പഞ്ചായത്തിൽ വെച്ചിട്ട് അവനെ ആരോ ഒന്ന് കണ്ട് പരാതി പറഞ്ഞു, നമ്മളിങ്ങനെ പൈസ വാങ്ങിച്ചു എന്നും പറഞ്ഞു. പരാതി പറഞ്ഞു? കുഴപ്പമാവുന്നേ. തങ്കമാണെങ്കിൽ ഇനി എന്നെ എനിക്കറിയില്ല. അല്ല, അവനെ കണ്ട് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, എന്തായാലും അളിയനെ തിരക്കി ആൾക്കാർ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് വരും. ഒരു യുദ്ധത്തിന് സാധ്യത അതിർത്തിയിൽ പ്രശ്നമാണ്. അതിർത്തിയിലൊന്നും അല്ല, മിക്കവാറും എൻ്റെ വീട്ടിലൊരു യുദ്ധം നടക്കും. എൻ്റെ അയലോക്കമായിട്ട് ഞാനും അമ്പളിക്കുട്ടനായിട്ട് രണ്ടിൽ നിന്ന് മിക്കവാറും നടക്കും. വല്ല മീറ്റിംഗ് ബക്കറ്റ് വരുവോ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയും കുറച്ച് പൈസ പിരിച്ചിട്ട് കൊടുക്കാനുള്ളവർക്ക് തിരിച്ചു കൊടുക്കായിരുന്നു. കാശ് തിരിച്ചു കൊടുക്കാനോ? നമ്മളത് ചെയ്യാറില്ലല്ലോ. ഇത് എല്ലാ കേസും പോലെ അല്ല, ഇത് രാജ്യദ്രോഹ കുറ്റമാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത്. രാജ്യദ്രോഹം? അതെന്താണ്? അതെ, ഒരു ടൈപ്പ് പുതിയ ബോണ്ട മറ്റേ ബാബോണ്ടന്റെ കടയിലുണ്ട്. ബാ, ഞാൻ വാങ്ങിച്ചു തരാം. ബാ, കുടിക്കാനും വാങ്ങിച്ചു തരാം. ബാ. എന്റെ കർത്താവേ, എന്തുമാത്രം ബോംബ് അതിർത്തിയിൽ വെറുതെ വീണുണ്ട്.